അപ്പം നമുക്ക് ഇതിന്റെ ഫ്രണ്ട് തന്നെ തുടങ്ങാം. നമ്മൾ നേരത്തെ കണ്ട വണ്ടിയായിട്ട് ഏകദേശം സെയിം സ്ട്രക്ചർ തന്നെയാണ് ഇതും വരുന്നത്. കാരണം രണ്ടും ഒരുപോലെയാണ് ഇത് പണിത് ഇറക്കിയിരിക്കുന്നത്. പക്ഷേ ഇതൊരു 1983 മോഡലാണ്. അത്യാവശ്യം നല്ലപോലെ തന്നെ ക്രോം ഫിനിഷും പിന്നെ ഒരു വയലറ്റ് ടെക്സ്ചറിൽ ഒരു ഗിൽറ്റിന്റെ ഒരു നമുക്കൊരു അതിപ്രസരം പോലെ കാണാൻ സാധിക്കും. പക്ഷേങ്കിൽ നല്ല ഭംഗിയോടാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ സൂക്ഷിച്ച് നോക്കിയാൽ ആ ഗിൽറ്റിന്റെ ടെക്സ്ചർ നല്ലപോലെ തന്നെ ഉണ്ട്. ഈ വെയിലുള്ളപ്പോഴാണ് ശരിക്കും തിളങ്ങുന്നത്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഭംഗി. വണ്ടി ചേതക്കാണ്. പക്ഷേങ്കിൽ ചില പാർട്സ് ഒക്കെ ഒരു വെസ്പയുടെ ആണ് വെച്ചിരിക്കുന്നത്. 1983 മോഡൽ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഒറിജിനൽ പാർട്സ് ഒന്നും ഒരിക്കലും ഇപ്പോൾ കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ചില വർക്ക്ഷോപ്പിൽ നിന്നൊക്കെ ഇവർ അഡീഷണൽ ആയിട്ട് പാർട്സ് മേടിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഫ്രണ്ടിലത്തെ സെക്ഷൻ. അവിടെയും ചെറിയൊരു ക്രോം ഫിനിഷ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും സാധാരണ ഡ്രം ബ്രേക്ക് തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ സ്പ്രിംഗ് കോയിൽ സസ്പെൻഷനാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് വണ്ടി ഓടിക്കും അത്യാവശ്യം ചെറിയ കുലുക്കവും ഒക്കെ നമുക്ക് നല്ലപോലെ തന്നെ ഫീൽ ചെയ്യും. ഇതിന്റെ കീ സെറ്റ് കംപ്ലീറ്റ്ലി പോയതായിരുന്നു. അതുകൊണ്ട് തന്നെ അവരത് മാറ്റിയിട്ടുണ്ട്. പിന്നെ അവർ മേളിലേക്ക് സെപ്പറേറ്റ് ബജാജിന്റെ ഒരു നമുക്കിപ്പോൾ ഓട്ടോയിൽ കാണുന്ന പോലത്തെ ഒരു കീ സെറ്റ് ആണ് അവർ വെച്ചിരിക്കുന്നത്. സെപ്പറേറ്റ് പിടിപ്പിച്ചാണ്. അതും വർക്ക്ഷോപ്പിൽ തന്നെ ചെയ്തിരിക്കുന്നതാണ്. പിന്നെ ഈ മീറ്റർ പറയുവാണെങ്കിൽ ഇതും അവർ വെസ്പയുടെ മീറ്ററാണ് പിടിപ്പിച്ചിരിക്കുന്നത്. അതിൽ ചെറിയ ചെറിയ തുരുമ്പൊക്കെ കാണാം. കാരണം നമ്മൾ അത്രയ്ക്കും ആക്യുറേറ്റ് ആയിട്ട് സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ വെള്ളം വീഴുമ്പോൾ തന്നെ തുരുമ്പ്. ഇതാണ് ഇതിന്റെ സ്വിച്ച്. അതിലാകെ ഇൻഡിക്കേറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ വരുന്നത് പഴയ നമ്മുടെ ഒരു ഓട്ടോയുടെ ഒക്കെ ഒരു മോഡൽ കീസ് നമ്മുടെ സ്വിച്ചിന്റെ സെറ്റാണ് വെച്ചത്. അതുകൊണ്ടാണ് ഒരു വൈപ്പറിന്റെ ചിഹ്നം വെച്ചിരിക്കുന്നത്. പിന്നെ ഇപ്പുറത്ത് വരുമ്പോൾ ഇതിനൊരു അഡീഷണൽ ആയിട്ട് ഡിമ്മും ബ്രൈറ്റും കൂടാതെ ഒരു കിൽ സ്വിച്ച് കൂടെ വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ വണ്ടിയൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇതൊരു എക്സ്പോർട്ട് എഡിഷൻ വണ്ടി ആയിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഒരു പ്രീമിയം ക്വാളിറ്റി വണ്ടിയാണ് അന്നത്തെ കാലത്ത് ആണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാം. ആ ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരു ഇൻഡിക്കേറ്റേഴ്സ്. പിന്നെ നമ്മൾ പറയുവാണെങ്കിൽ സ്പ്ലിറ്റ് സീറ്റ് ആണ് വരുന്നത്. അത് ആദ്യത്തെ സ്പ്ലിറ്റ് സീറ്റിന്റെ അടിയിൽ ഒരു സ്പ്രിങ്ങിന്റെ ഒരു കണക്ഷൻ കൂടെ ആണ്. അതുകൊണ്ട് നല്ല നമ്മൾ ഇരുന്ന് കഴിയുമ്പോൾ സീറ്റ് നല്ലപോലെ തന്നെ താഴും. കുറച്ചൊക്കെ വൈബ്രേഷൻ ഉണ്ട്. പക്ഷെ നമുക്ക് ആ സ്പ്രിംഗ് ഉള്ളതുകൊണ്ട് അത്ര നമുക്ക് ഓടിക്കുമ്പോൾ ഫീൽ ചെയ്യത്തില്ല. പിന്നെ നടുക്കാണ് പെട്രോൾ ടാങ്ക് വരുന്നത്. ടാങ്കിന്റെ കപ്പാസിറ്റി എനിക്ക് അറിയത്തില്ല. പിന്നെ ബാക്കിലത്തെ സീൻ ഒരു പില്ലൺ സപ്പോർട്ട് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ജസ്റ്റ് പുറകോട്ടൊക്കെ ചാരിയാൽ ചെറിയൊരു അപകടമുണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം കംഫർട്ടായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. പിന്നെ ഇതാണ് ഇതിന്റെ ബാക്ക് സെക്ഷൻ. ബാക്ക് സെക്ഷനിൽ വരുമ്പോൾ അതുപോലെ ചെറിയൊരു ക്രോം ഫിനിഷിൽ ഒരു റെഡ് ഗ്ലാസ്സിലാണ് ഇതിന്റെ ടെയിൽ ലാമ്പ് വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് കുറച്ചുകൂടി ഒരു ഇഷ്ടം തോന്നിയത് മുമ്പിലത്തെ വണ്ടിയേക്കാളും ഈ ഒരു വയലറ്റ് ടെക്സ്റ്റാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെടുന്നത്. നമുക്കിനി വണ്ടി ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് ബാക്കി ഇതിന്റെ പെർഫോമൻസിനെ കുറിച്ച് പറയാം. പിന്നെ സൈഡിൽ ഒരു ചെറിയ ഡിക്കിയും കൂടെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് എന്തെങ്കിലും സ്പേസ് ഒക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാനിപ്പം വണ്ടി ഒന്ന് ഓടിച്ച് നോക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നേരത്തെ നമ്മൾ ആ 2003 ഒരു ഗ്രീൻ പെയിന്റ് അടിച്ച വണ്ടീനേക്കാളും കുറച്ചുകൂടി കംഫർട്ട് കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്കറിയാം 1983 മോഡൽ വണ്ടി ഓടിക്കുമ്പോഴും അതുപോലെ തന്നെ ഒരു 2003 വണ്ടി ഓടിക്കും അതിൻ്റെതായ വ്യത്യാസമുണ്ട് എല്ലാ സ്പെക്സിലും കാര്യങ്ങളിലും കംഫർട്ടിലും എല്ലാം. 1983 മോഡൽ ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പം ഞാൻ പ്രധാനമായിട്ട് പറയുന്നത് ഗിയർ മാറുന്നതിലാണ്. അത്യാവശ്യം നല്ല ടൈറ്റാണ് ക്ലച്ചും. അതുപോലെ തന്നെ ഗിയർ നമ്മൾ ഈ കയ്യിൽ മാറുന്നതിന്റെ ബുദ്ധിമുട്ട് നല്ലപോലെ തന്നെ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ നേരത്തെ ഓടിച്ച വണ്ടി ഓടിക്കും ഇത്രയും കംഫർട്ട് ഇതിലും കൂടുതൽ കംഫർട്ടായിരുന്നു. കാരണം അതിന് ഞാൻ ചോദിച്ചപ്പോൾ അതിന്റെ ഓണറോട് ചോദിച്ചപ്പോൾ അതിന്റെ നമ്മുടെ എന്താ പറയണ്ട അതിന്റെ പെർഫോമൻസ് മീൻസ് അതിന്റെ കേബിളും കാര്യങ്ങളൊക്കെ പുള്ളി സെപ്പറേറ്റ് ചെയ്യിപ്പിച്ചാന്നാണ് പറഞ്ഞത്. പിന്നെ 2003 വണ്ടി ആയതുകൊണ്ട് കുറച്ചുകൂടെ കംഫർട്ട് കിട്ടും. ഇതിനെ സംബന്ധിച്ചുള്ള ഇതിന്റെ എഞ്ചിനാണ് ഫുള്ള് പണിതിറക്കിയിരിക്കുന്നത്. ബാക്കി പഴയ മോഡൽ ആ കേബിളും കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം തോന്നുന്നുണ്ട്. അത്യാവശ്യം നല്ല പാട് തന്നെയാണ് വണ്ടി ഓടിക്കാൻ. പിന്നെ ഇങ്ങനത്തെ ഒരു വണ്ടി ഓടിക്കുമ്പോൾ അറിയാം അധികം നമുക്ക് സ്പീഡിൽ പോകേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ചറപറാന്ന് ഗിയർ മാറി ഓടിക്കത്തൊന്നുമില്ല. സോ നമുക്ക് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് പിന്നെ നമുക്ക് അനുഭവിക്കേണ്ട വരത്തില്ല. കാരണം നമ്മൾ ആ ഒരു മെയിൻറ്റെയിൻ ചെയ്ത് ആ ഒരു സ്പീഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ചറപറാന്ന് ഗിയറൊന്നും മാറണ്ട. അതുകൊണ്ട് തന്നെ നമുക്ക് റൈഡിൽ വലിയ ബുദ്ധിമുട്ടും തോന്നുന്നില്ല. അപ്പം നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് തിരുവാതിക്കൽ ബൈപ്പാസ് വഴിയാണ്. നിങ്ങൾക്കിപ്പോൾ തന്നെ കാണാം നല്ല വെയിലുണ്ട്. പിന്നെ ഈ വണ്ടി ഓടിക്കുമ്പോൾ ഒരു റോഡ് പ്രസൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സൈഡിൽ കൂടെ പോകുന്നവരൊക്കെ എന്തായാലും ഈ വണ്ടി നോക്കും. കാരണം അതിൻ്റെ ആ ഒരു പെയിന്റ് ക്വാളിറ്റിയും പിന്നെ ഇതുപോലത്തെ വിൻറ്റേജ് ലുക്കുള്ളൊരു വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു വ്യത്യാസം നമുക്ക് തന്നെ ഫീൽ ചെയ്യും. ഇപ്പം നമ്മളിപ്പോൾ ഒരു സാധാരണ ബൈക്ക് ഓടിക്കുന്നതും അതുപോലെ തന്നെ ഒരു പഴയ വിൻറ്റേജ് വണ്ടി ഓടിക്കുന്ന തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല. കാരണം ഞാൻ ഈ വണ്ടി കൊണ്ട് വെച്ച ഉടനെ അവിടെ അല്ലാതെ തന്നെ ഫോട്ടോഷൂട്ട് എടുക്കാൻ വന്ന കുറച്ച് പിള്ളേർ ഈ വണ്ടിയുടെ ഓണറോട് വെച്ചിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ അല്ലാതെ തന്നെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്കും ഡിമാൻഡാണ് വണ്ടിനെ കുറിച്ച് പറയുമ്പോൾ. പിന്നെ ഇതിന്റെ പവറിനെ കുറിച്ച് പറയുമ്പോൾ 7.5 bhp ആണ് ഇതിന്റെ പവർ വരുന്നത്. അതുപോലെ തന്നെ മാക്സിമം ടോർക്ക് 9.5 ന്യൂട്ടൺ മീറ്റർ ആണ്. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ പവർ ഡെലിവറിയും കാര്യങ്ങളെ കുറിച്ചും നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല. ഇതുപോലത്തെ ഒരു വണ്ടി നമ്മൾ പവർ ഡെലിവറി നോക്കിയൊന്നുമല്ല എടുക്കുന്നത്. ജസ്റ്റ് നമ്മുടെ ഒരു ഇഷ്ടം പിന്നെ ഒരു വിൻറ്റേജ് സ്കൂട്ടറിനുള്ള താല്പര്യം പിന്നെ ഓവറോൾ ഒരു ലുക്ക് ഇതുകൊണ്ടൊക്കെ മാത്രമാണ് നമ്മൾ ഇതുപോലത്തെ ഒരു വണ്ടി എടുക്കുന്നത്. ആക്ച്വലി ഇതൊരു 1983 മോഡൽ വണ്ടിയാണ്. ഇതിന്റെ സ്ട്രക്ചർ ഏകദേശം ഇതുപോലെയൊക്കെ ആണെങ്കിലും ഫുള്ളി നമുക്ക് ഇതുപോലെയാണെന്ന് പറയാൻ പറ്റില്ല. ഇത് അവരൊരു ലോക്കൽ വർക്ക്ഷോപ്പിൽ കൊടുത്ത് ചെയ്യിപ്പിച്ചാണ്. ഏകദേശം 30,000-35,000 രൂപയാണ് ഇതുപോലെയൊന്ന് അവർ മാറ്റിയെടുത്തതിന്.
ഇതിന്റെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് ഒരു 80 ഒക്കെ കയറുമെന്നാണ് ഇതിന്റെ ഓണർ നമ്മളോട് പറഞ്ഞത്. പക്ഷെ നമ്മൾ ചെക്ക് ചെയ്തില്ല. നമുക്കിനി തിരിച്ചു പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് മാക്സിമം സ്പീഡ് കാണുന്നത്. ഒരിക്കലും ഈ വണ്ടി ഒന്നും ഇതുപോലത്തെ സ്പീഡിൽ ഓടിക്കരുത്. നമുക്ക് അതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതിന്റെ ഫ്രണ്ടിലും ബാക്കിലും ഡ്രം ബ്രേക്കാണ് വരുന്നത്. അപ്പം നമ്മൾ ആക്യുറേറ്റ് ആയിട്ട് പിടിച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ നിൽക്കണമെന്നില്ല. കാരണം ഇതിന്റെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് നിൽക്കുന്നത് നമ്മുടെ വീലിൽ തന്നെ ആയിട്ട് വീലൊന്ന് റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോഴേ ഉള്ളൂ നമ്മൾ ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ വണ്ടി നിൽക്കത്തുള്ളൂ. അതുകൊണ്ട് ചെറിയൊരു ഡിസ്റ്റൻസ് ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യും. അപ്പോൾ ഫ്രണ്ടിൽ പോണ വണ്ടി സഡനായിട്ടൊന്ന് ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഫ്രണ്ടിലത്തെ വണ്ടി ഒന്ന് തട്ടാൻ സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ മാക്സിമം ഇതിന്റെ സ്പീഡ് ഒന്ന് കയറ്റാൻ നോക്കുകയാണ്. ഞാൻ എത്ര ശ്രമിച്ചിട്ട് ഇതൊരു 60 വരെ കയറുന്നുള്ളൂ. അത് എനിക്ക് ഇത് ഓടിച്ച് പരിചയമില്ലാത്തതുകൊണ്ടായിരിക്കും. പക്ഷേ ഇതിന്റെ ഓണർ പറഞ്ഞ ഒരു 80 ഒക്കെ കയറുമെന്നാണ് പറഞ്ഞത്. എനിക്കറിയില്ല. ഞാൻ മാക്സിമം ഒരു 60 വരെ നിങ്ങൾക്ക് ഇപ്പോൾ മീറ്ററിൽ കാണാം. 60 അത് കഴിഞ്ഞാൽ പിന്നെ വണ്ടി നല്ലപോലെ തന്നെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പം ഒരു ചെറിയ പേടിയുണ്ട് ഇതുപോലെ ഇത്ര സ്പീഡിൽ വണ്ടി ഓടിച്ച് നോക്കാം. അതുകൊണ്ട് തന്നെ ഞാനും പോയപ്പോൾ ഒരു 60 വരെ പോയുള്ളൂ. പിന്നെ പറയേണ്ടത് ഇതിന്റെ എന്താ പറയേണ്ടത് സീറ്റിംഗ് പൊസിഷനെ കുറിച്ചാണ്. ഒരു അപ്രൈറ്റ് പോസ്റ്ററാണ് ഇതിനെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറെ നേരം നേരെ ഇരുന്ന് കഴിയുമ്പോൾ ചെറുതായിട്ടൊരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കും. ഇപ്പം നിങ്ങളിപ്പം ഈ പുതിയ മോഡൽ R15 ഒക്കെ ഓടിക്കുന്നതും അതുപോലെ സ്പോർട്സ് ബൈക്ക് ഓടിക്കുന്നതൊക്കെ കുറച്ച് മുമ്പോട്ട് ലീൻ ചെയ്തിട്ടാണ്. ചില സ്പോർട്സ് ബൈക്ക് നല്ലപോലെ തന്നെ മുമ്പിലോട്ട് ലീൻ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഓടിക്കുന്നത്. പക്ഷെ ഇതെന്ന് പറയുന്നത് അത്ര ഒരിക്കലും ലീൻ ചെയ്യേണ്ട കാര്യമില്ല. കാരണം നല്ല അപ്രൈറ്റ് പോസ്റ്ററായിരിക്കുന്നത്. അപ്പം നമുക്കിപ്പോൾ ഒരു ബുള്ളറ്റിലൊക്കെ ഓടിക്കുന്നത് അല്ലെങ്കിൽ ജാവ അങ്ങനത്തെ ഒരു ക്രൂസർ വണ്ടി ഓടിക്കുന്നത് അതേ പോസ്റ്റർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറെ നേരം ഇങ്ങനത്തെ വണ്ടി ഓടിക്കാത്തൊരു ഓടിച്ചു കഴിയുമ്പോൾ നടുവിന് നേരെ ഇരിക്കുമ്പോൾ ഒരു ചെറിയ സ്ട്രെയിൻ തോന്നും. പിന്നെ ഇതിന്റെ വൈബ്രേഷനും കാര്യങ്ങളും നമുക്ക് പറയേണ്ട കാര്യമില്ല. കാരണം ഒരു 1983 മോഡൽ വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ വണ്ടി ഓടിക്കുമ്പോഴുണ്ട്. പിന്നെ ഇത് എക്സ്റ്റേണൽ ആയിട്ട് വെച്ചിരിക്കുന്ന കുറെ പാർട്സ് ഉണ്ട്. ഇതിന്റെ മറ്റേ നമ്മുടെ സ്വിച്ചിന്റെ സെക്ഷൻ, അതുപോലെ തന്നെ മീറ്റർ, പിന്നെ കീ സെറ്റ്, പിന്നെ മിറേഴ്സ് വന്നിരിക്കുന്നത് നമ്മുടെ റോയൽ എൻഫീൽഡ് റൗണ്ട് മിറേഴ്സ് ആണ്. ഇതൊക്കെയാണ് ഇതിനെ കുറിച്ചുള്ള എന്റെ ഒരു മണിക്കൂർ ഈ വണ്ടി കിട്ടിയപ്പോഴുള്ള കുറച്ച് ഒപ്പീനിയൻ. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒപ്പീനിയൻ കാണാൻ മറക്കാൻ നമ്മുടെ കമന്റ് സെക്ഷനിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഇതുപോലത്തെ വണ്ടി ഓടിച്ചിട്ടുള്ളവർ അവരുടെ എക്സ്പീരിയൻസും പിന്നെ ഇതിന്റെ ബാക്കി ഞാൻ വിട്ടുപോയ കുറെ ഡീറ്റെയിൽസ് ഉണ്ട്. അതൊക്കെ അറിയാവുന്നവരൊക്കെ ഒന്ന് കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മൾ 1K ആയിട്ടുണ്ട്. അപ്പോൾ അതിന് എല്ലാവർക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. അപ്പോൾ അതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വരുന്നു. ഇഷ്ടമെങ്കിൽ മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇപ്പോൾ 1K അടിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫിഷിംഗ് വീഡിയോസും അതുപോലെ തന്നെ ബൈക്കിന്റെ വിന്റേജ് വണ്ടികളുടെ ഒക്കെ വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പം എല്ലാവരും നമ്മുടെ ചാനലിൽ സപ്പോർട്ട് ചെയ്യാം. മറ്റുള്ളവർക്ക് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.